ഹലോ നമസ്കാരം. Q4 ക്വാളിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോമിസ് ചെയ്ത് തന്നായിരുന്നു. മറ്റൊന്നുമല്ല, ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് സംബന്ധിച്ച് ഞാൻ 2 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ചായിരുന്നു. അതായത് ഒരു പ്രവചന മത്സരം പോലെ. ഒന്നാമത്തെ ചോദ്യം വടകരയിലെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതായത് വടകര മണ്ഡലത്തിലെ ഷാഫി പറമ്പിലാണോ KK ശൈലജയാണോ വിജയിക്കുന്ന ആളുടെ ഭൂരിപക്ഷം എന്തായിരിക്കും എന്നായിരുന്നു ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓവറാൾ റിസൾട്ടിനെ സംബന്ധിച്ചായിരുന്നു. BJPക്ക് എത്ര, UDFന് എത്ര, LDFന് എത്ര എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഇതിൽ പറയുന്ന, അതായത് ഇതിലെ പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരം ഇതിൽ കമന്റ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കുകയും അതേപോലെ ഞാൻ ആ ഇട്ടിരുന്ന വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടണം എന്നുമായിരുന്നു എൻ്റെ ഒരു കണ്ടീഷൻസ്. പക്ഷേ അതിൽ കുറച്ചു പേരൊക്കെ എനിക്ക് സ്റ്റാറ്റസ് ഇട്ടതിന്റെ സ്ക്രീൻഷോട്ടും അതേപോലെ കമന്റിന്റെ സ്ക്രീൻഷോട്ടും ഒക്കെ എനിക്ക് അയച്ചു തരികയുണ്ടായി. എന്നാൽ ഉത്തരം ഏകദേശം കറക്റ്റായിട്ട് പ്രവചിച്ച ആളുകൾ ആരും തന്നെ എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുകയോ അതിന്റെ ലിങ്ക് സ്റ്റാറ്റസ് ഇടുകയോ ചെയ്തതായിട്ട് എനിക്ക് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവർക്ക് ഈ ഒരു പ്രവചന മത്സരത്തിൽ ഞാൻ പറഞ്ഞിരുന്ന ആ ഒരു ക്യാഷ് പ്രൈസ് അവർക്ക് നൽകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡിലേ ആയത്. എന്താ പറയാ, അവർ ഈ ഒരു 2 ദിവസം കൊണ്ടെങ്കിലും ആരെങ്കിലും ഇത് അറിഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാണെങ്കിൽ അവരെ ഈവൻ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ലെങ്കിൽ പോലും അവർ നേരെ ചൊവ്വ ഞാനിത് ഇട്ടായിരുന്നു എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അവർ വന്നില്ല. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ, നിങ്ങളുടെ അറിവില് ആരെങ്കിലും ഈ ഒരു ചെറിയ കാശാണെന്ന് അറിയാം, ഈവൻ ചെറിയ കാശാണെങ്കിൽ പോലും ഇതിന് അർഹരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ക്യാഷിന് വാല്യൂ കൽപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, കുറച്ച് പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് തന്നാൽ ഞാൻ ഈ ഒരു ക്യാഷ് അവർക്ക് നൽകുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു പ്രവചന മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ആളുകളുടെ കമന്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ ഒരു റിയാലിറ്റി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെ കമന്റ് ചെയ്തായിരുന്നു, ആരൊക്കെ അതിന്റെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് വന്നിരുന്നു, അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്തത് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്, നിങ്ങൾ കണ്ടു നോക്ക്. ഇവിടെ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കമൻറ്റിൻ്റെയും സ്റ്റാറ്റസ് ഇട്ടതിൻ്റെയും സ്ക്രീൻഷോട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു ഞാൻ. പക്ഷേ അങ്ങനെ എനിക്ക് അയച്ച ആളുകളുടെ എണ്ണം കുറവാണ്. മാത്രമല്ല, അയച്ചവരിൽ ആരും തന്നെ കറക്റ്റായിട്ട് ആൻസർ കമൻറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് കുറേ ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മിക്കവാറും ആളുകൾ റിസൾട്ട് വന്ന പോലെ തന്നെ ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് തന്നെ ആയിരുന്നു കമൻറ്റ് ചെയ്തിരുന്നത് കേട്ടോ, ഉള്ളത് പറയാലോ. ഇതിൽ കുറച്ച് ആളുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഒരാൾ 1 lakhന് ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് കൊടുത്തായിരുന്നു. അതേപോലെ പല രീതിയിലുള്ള കമൻറ്റുകൾ വന്നായിരുന്നു. മിക്കവാറും 90% ആളുകളും ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു കമൻറ്റ് കാണാൻ പറ്റും, ഷാഫി പറമ്പിൽ ഭൂരിപക്ഷം, അതായത് 1,17,503 വോട്ടിന് വിജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു. ഇതാണ് അതായത് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ഒരു കമൻറ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു കമൻറ്റിന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഇതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ സ്റ്റാറ്റസ് വെച്ചിരുന്നു എന്ന് ചോദിച്ചിട്ട്. പക്ഷേ അതിനൊന്നും തന്നെ എനിക്കൊരു മറുപടിയും കിട്ടിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഷാഫി പറമ്പിൽ 1,15,000 സംതിങ് വോട്ടിനാണ് വിജയിച്ചത്. അതായിരുന്നു ഭൂരിപക്ഷം. അപ്പം അതിനോട് ഏറ്റവും സാമ്യമുള്ളൊരു കമൻറ്റ് അതായിരുന്നു. ഇവിടെ ഒരാൾ 1,20,000 വോട്ടിന് വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. അങ്ങനെ ഒരുപാട് ആളുകൾ പല വിധത്തിൽ കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ, ഒരു പ്രവചന മത്സരമായിരുന്നു. അങ്ങനെ പോയി ഷാഫി പറമ്പിൽ 40,000, 20,000, 95,000, 81,000. ഷാഫി പറമ്പിൽ 75 വോട്ടിന് വിജയിക്കും, ശൈലജ ടീച്ചർ വിജയിക്കും എന്ന് പറഞ്ഞൊരാൾ കമൻറ്റ്. എന്തായാലും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടോ ആളുകൾ. 50,000 വോട്ടിന് ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് തന്നെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലൊന്നും തന്നെ ഞാൻ എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്ത ഒരാളും ഇല്ല കേട്ടോ. അതായത് ഇടതുപക്ഷത്തിന് എത്ര സീറ്റ്, BJPക്ക് എത്ര സീറ്റ്, UDFന് എത്ര സീറ്റ് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ നല്ല രീതിയിലുള്ളൊരു ആൻസർ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല.
എന്തായാലും ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ സത്യം പറയാലോ, ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണെങ്കിൽ പോലും ഒരു UDF ട്രെൻഡായിരുന്നു. UDFൻ്റെ ഈ ഒരു വിജയത്തിന് ഞാൻ ഒരിക്കലും അത് കേരള സർക്കാരിനെതിരെയുള്ള അവരുടെ ആ ഒരു ഭരണത്തിനെതിരെയുള്ള ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. അത് എന്താ പറയുക, കേന്ദ്രത്തിൽ BJP എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്ന് UDFന് വോട്ട് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു BJPക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കരുത് എന്ന്. ഇവിടെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ 1 ലക്ഷം വോട്ടിന് ഷാഫി പറമ്പിൽ വിജയിക്കുമെന്ന് കേട്ടോ. ആളെ പേര് അംജിദ് എന്നാണ്. അതേപോലെ കാശി എന്ന് പറഞ്ഞ ഒരാളും 1 ലക്ഷം കമൻറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ആരും തന്നെ സ്റ്റാറ്റസിൽ വീഡിയോൻ്റെ ലിങ്ക് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് നടന്നത്. BJPയുടെ കേരളത്തിലെ ഒരു എൻട്രി എന്ന് പറഞ്ഞത് അത് നിർഭാഗ്യവശാൽ അതങ്ങനെ സംഭവിച്ചു പോയി. ഇവിടെ ഒരാൾ കമൻറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് സൈനബ VP എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ഇതായിരുന്നു. 96,000 എബോവ് വോട്ടിന് ഷാഫി പറമ്പിൽ വിജയിക്കും. അതേപോലെ കേരളത്തിൽ UDFന് 17 സീറ്റ്, LDF 2, BJP 1. ഈ ഒരു രണ്ടാമത്തെ കമൻറ്റ്, അതായത് കേരളത്തിൽ ഓവറാൾ റിസൾട്ട്, ഇത് ഇലക്ഷൻ റിസൾട്ടിൻ്റെ അവസാന നിമിഷം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരുന്ന ഒരു റിസൾട്ടായിരുന്നു. പക്ഷേ ഈ കമൻറ്റിൽ നിർഭാഗ്യവശാൽ LDFന് ഒരു സീറ്റായി മാറി. അപ്പോൾ ആ ഒരു പ്രവചന മത്സരത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരും തന്നെ ഞാൻ പറഞ്ഞ പോലെ ആ കണ്ടീഷൻസ് അനുസരിച്ച് അതിൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ ഈ ഒരു എമൗണ്ടിന് എന്താ പറയുക അർഹിക്കുന്ന ഏതെങ്കിലും പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ക്യാഷ് അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ നിങ്ങളുടെയൊക്കെ അറിവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ കുറച്ച് കാശുണ്ട്, അത് ഏതെങ്കിലും പാവപ്പെട്ടവരിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ കമൻറ്റുകൾ കൂടുതൽ വന്നിട്ട് കുറേ പാവപ്പെട്ട ആളുകളുടെ അറിയിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു കിട്ടുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് അവരിലേക്ക് ഞാൻ ആ ഒരു ക്യാഷ് എത്തിക്കാനുള്ള ഒരു മാർഗവും ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ കീപ് വാച്ചിങ്. നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. വീണ്ടും കാണാം, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഗുഡ് ലൈഫ്.